ഹായ് ഓൾ, വെൽക്കം ടു എൻചാൻറ്റിങ് ജേർണി. എൻ്റെ പേര് ചിത്ര. വലിയ എടുത്താൽ പൊങ്ങാത്ത ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഉള്ളതിൽ നല്ല തൃപ്തിയും സന്തോഷവും നല്ലത് വരുമെന്ന പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും ദൈവവിശ്വാസവും എന്ത് നല്ല മനസ്സാണ് അല്ലേ? ഈ ലോകത്തിലെ മുഴുവൻ നന്മയും നിറഞ്ഞിരിക്കുന്ന മനസ്സ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഒന്നുമല്ല. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? തൽക്കാലം അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ നിമിഷത്തിൽ ഹാപ്പിയാണെങ്കിൽ നാളെയും നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇതുവരെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അതെത്ര ചെറുതായാലും വലുതായാലും നന്ദിയോടെയും ആനന്ദത്തോടെയും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നോർത്താൽ എന്തൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ താണ്ടി ഇവിടെ വരെ എത്തി അല്ലേ? ഇപ്പോഴും എന്ത് ഭംഗിയോടെ ഒരു പരാതിയുമില്ലാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നാറുണ്ടോ? ഒരു പ്രശ്നം ഏറെക്കുറെ നിങ്ങൾ അഭിമുഖീകരിച്ചു. അതൊരു ഹാപ്പി ക്ലൈമാക്സിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നുവാണ്, ഞാൻ ഇത്രയുമൊക്കെ ചെയ്തല്ലോ, ഇത്രയും ധൈര്യത്തോടെ നിന്നല്ലോ. അങ്ങനെയൊക്കെ സ്വയം അഭിമാനം തോന്നുന്ന ഓരോ സന്ദർഭങ്ങളിലും സ്വയം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ സ്വയം വാങ്ങി നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളത് അർഹിക്കുന്നുണ്ട്. പറ്റുമ്പോഴെല്ലാം അങ്ങനെ സ്വന്തത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ആരോടും പറയാൻ പോലും പറ്റാത്ത എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾ സ്വയം മാനേജ് ചെയ്ത് കാണും അല്ലേ? മിക്കവർക്കും കാണില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ? അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക എന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പലപ്പോഴും നമ്മൾ തളർന്നിരുന്നിട്ടുണ്ടാവും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോർത്ത്. ഇത് പറയുന്ന ഈ നിമിഷവും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഉത്തരം പോലും കിട്ടാത്ത പലതരം ചോദ്യങ്ങളും പല പല കൺഫ്യൂഷൻസും ഒക്കെ കാണും. അവിടെ എല്ലാം നമുക്ക് പ്രതീക്ഷയാണ് അല്ലേ? എല്ലാം വളരെ താമസിയാതെ തന്നെ ഒരു ദിവസം ശരിയാകുമെന്ന്. അങ്ങനെ തന്നെ നടക്കും കേട്ടോ. ആ പ്രതീക്ഷയ്ക്ക് ഓരോ ദിവസവും നിറം ചാർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് തന്നെ സ്വയം തോന്നും, ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളങ്ങനെ സ്വയം ഒരു ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടതാണ്. ഓൺലൈനായിട്ടല്ലാതെ കടയിൽ നേരിട്ട് തന്നെ പോയി വാങ്ങുക. അതിനായി സമയം കണ്ടെത്തി കടയിൽ പോയി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങുക. എന്നിട്ടത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യിപ്പിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ തുറന്ന് ആ ഗിഫ്റ്റ് എൻജോയ് ചെയ്യുക. പതുക്കെ നിങ്ങൾ ഈ സംഭവം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഓരോ വിജയത്തിലും ഓരോ അതിജീവനത്തിലും സ്വയം അങ്ങനെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ തുടങ്ങും. ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സുകളാണ്. സെൽഫ് ലവിനെ പറ്റി, ഹീലിംഗ് പ്രോസസ്സിനെ പറ്റി, സ്വയം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടരാം. ഒട്ടും ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യവുമായി അല്ലെങ്കിൽ ആൾക്കാരുമായി ഒത്തുപോകാനൊക്കെ ശ്രമിച്ച് വിജയിക്കുമ്പോൾ നമ്മളവിടെ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വില സത്യത്തിൽ നമുക്ക് ശരിക്കും അറിയത്തില്ല ഇപ്പോഴും. ഒരു പക്ഷേ ഒരിക്കലും പൂർണ്ണമായും നമ്മളെ മനസ്സിലാക്കാൻ പോലും നമുക്കൊക്കെ കഴിയുമോ? സെൽഫ് ലവിനെ പറ്റി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഫോളോ ചെയ്ത ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഹീലാവുകയും സ്വയം നല്ലൊരു സ്നേഹവും അടുപ്പവും ഒക്കെ നമുക്ക് നമ്മളോട് തോന്നുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഒരു കസേരയിൽ സ്വസ്ഥമായി ഒറ്റയ്ക്കിരുന്ന് രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് മേശമേൽ വെച്ച് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കണം, ഇനി എന്തെങ്കിലും പ്രശ്നം ഹീലാവാനുണ്ടോ? ഞാൻ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ? ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? നീ ഹാപ്പിയാണോ എന്ന് സ്വയം ചോദിക്കുക. അപ്പോൾ നമുക്ക് തോന്നും, നമ്മെ നന്നായിട്ട് അറിയുന്ന, നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് നമ്മളോട് അങ്ങനെ ചോദിക്കുന്നതെന്ന്. അതാണ് സെൽഫിൻ്റെ പവർ.
അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഇനി വേറെ എന്തെങ്കിലും വരുത്തണോ എന്ന് ചോദിക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് തീരുമാനം എടുക്കണം. അതല്ല, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അങ്ങനെ തന്നെ തുടരും എന്നും തീരുമാനിക്കുക.